സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചതല്ലേ, ഈ ഭൂമിയിലെ ഈ അവസ്ഥയിൽ ആയിരിക്കുന്നത് നമ്മെ വീണ്ടെടുക്കാനായിട്ടാണ്. പർദീസായിൽ നിന്നും മനുഷ്യന്റെ ആദത്തിന്റെ അവ്വായുടെയും പാപം മൂലം പുറത്താക്കപ്പെട്ട മനുഷ്യൻ മരണമില്ലാത്ത അവസ്ഥയിൽ നിന്നും മരണമുള്ള അവസ്ഥയിലേക്ക് ദൈവം താഴ്ത്തി എന്ന് തിരുവചനം നമ്മളെ പഠിപ്പി. ഇന്ന് നമ്മൾ ചിന്തിച്ചതായിരുന്നു. നിത്യതയായിരുന്ന ഏദൻ തോട്ടത്തിൽ നിത്യത, ഒരിക്കലും മരണമില്ലായിരുന്നു. ആ അവസ്ഥയിൽ സാത്താന്റെ അടിമത്തിലേക്ക് പോയ മനുഷ്യൻ എന്നും പാപത്തില് നിത്യതയിലായിരിക്കും. ഒരിക്കലും ദൈവത്തിന് മനുഷ്യനെ സ്വന്തമാക്കാൻ, തൻ്റെ കൂടെ ആക്കാൻ, തൻ്റെ ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ എൻ്റെ ആത്മാവെന്ന് നാം പറയുന്ന ആ ഒരു മേഖല എന്നേക്കുമായി ദൈവത്തിൻ്റെ, ഭൂമിയിലുള്ള ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ദൈവത്തിൻ്റെതായ ചൈതന്യം സാത്താന്റെ അധീനതയിലേക്ക് പോയി നിത്യനാശം അനുഭവിക്കുമെന്നുള്ള ഒരു അനന്തമായ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ദൈവം മനസ്സോടെ മരണമില്ലാത്ത നിത്യതയുള്ള ഏദൻ തോട്ടത്തിൽ നിന്നും മനുഷ്യനെ മരണമുള്ള അവസ്ഥയിലേക്ക് ഇറക്കിവിട്ടത്. മാത്രമല്ല, ആ മരണമുള്ള അവസ്ഥയിൽ ഈ ഭൂമിയിലെ നമ്മളുടെ ജീവിതത്തിന്റെ ഇടയിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്നു. അവിടുന്ന് നമ്മളെ മരണത്തിൽ നിന്നും, മരണമുള്ള അല്ലെങ്കിൽ നിത്യമായ മരണത്തിൽ നിന്നും നിത്യ ജീവനിലേക്ക് നമ്മെ നയിച്ചു. യേശുക്രിസ്തുവാണ് നിത്യജീവനിലേക്കുള്ള വാതിൽ. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുന്നത്, മറ്റ് ഒരുവനിലും രക്ഷയില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കി തന്നത് യേശുവാണ്. നമ്മളെ നിത്യജീവന് അവകാശികളാക്കി മാറ്റിയത് യേശുവാണ്. ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും മരിക്കും. മരണശേഷം നമ്മുടെ ആത്മാവ് നിത്യജീവനിലേക്ക്, യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം ആരംഭിക്കുകയാണ് നമ്മൾ മരിക്കുമ്പോൾ. ഈ ഭൂമിയിലെ ജീവിതം കഷ്ടതയും പ്രയാസവും കണ്ണുനീരും വിലാപവും നിലവിളിയൊക്കെയാണെന്നാണ് സങ്കീർത്തനം 90 പറഞ്ഞിരിക്കുന്നത്. അത് നിത്യതയിൽ സന്തോഷത്തോടെ ദൈവത്തോടുകൂടി ആയിരിക്കേണ്ട നമ്മൾ ഈ ഭൂമിയിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നാം പാപം ചെയ്യുന്നു. നാം മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. അനേകരെ പാപത്തിന് അടിമകളാക്കുന്ന അവസ്ഥയിൽ നാം നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം ചിന്തിച്ച് നമ്മൾ ആദത്തിന്റെ ആയുസ് 930 വർഷം അങ്ങനെ കണ്ടു. അതിനുശേഷം എല്ലാവരും 900, 1000 അടുത്തൊക്കെ വർഷം ജീവിച്ചു. ദൈവമായ കർത്താവ് ഉൽപ്പത്തി 6 കണ്ടത് കാര്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിരുന്നു. അതായത് മനുഷ്യനിൽ ദൈവത്തിന്റെ സ്വഭാവം, ദൈവിക സ്വഭാവം, ദൈവത്തിന്റെ ചൈതന്യം നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ് എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് സാത്താന്റെ അടിമത്തത്തിലാണ് അവൻ എപ്പോഴും പ്രവർത്തിക്കുക. മനുഷ്യനിൽ ദൈവിക പ്രവൃത്തികൾ, ദൈവവചനം നിലനിൽക്കുന്നില്ല എന്ന് ദൈവം കണ്ടു. അവിടെയാണ് മനുഷ്യന്റെ ആയുസ് ഉൽപ്പത്തി 6 900 വർഷമൊക്കെ ജീവിച്ച മനുഷ്യന്റെ ആയുസ് 120 വർഷമായിട്ട് വെട്ടിക്കുറച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ചിന്തിച്ച് നമ്മൾ വീണ്ടും ഇന്നും നമുക്കറിയാം, സംഗീതം 90 പറയുന്നുണ്ട്, ഏറിയാൽ 70, അങ്ങേയറ്റം 80, അതും കഷ്ടതയും ദുരിതവും ഒക്കെയാണ്. ഇപ്പം നമ്മൾ ചിന്തിച്ച് ഇതാണ്, ഈ ഭൂമിയിലുള്ള നമ്മളുടെ ജീവിതം എത്ര ചെറുതാണെങ്കിലും എത്ര നീണ്ടതാണെങ്കിലും നമ്മുടെ നിത്യതയിലേക്ക് പ്രവേശിക്കാം. ഈ ഭൂമിയിലെ മനുഷ്യന് ദൈവം നൽകുന്ന ഏക അനുഗ്രഹം, നന്മ, നിത്യതയാണ്. അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നാം ഈ ഭൂമിയിലൂടെ കടന്നു പോവുക. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിച്ചതുപോലെ, അതായത് വഴിയും സത്യവും ജീവനുമായ യേശു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവെങ്കിലേക്ക് അല്ലെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നില്ല. എല്ലാ ലോകത്തിലും അനേക മതങ്ങളുണ്ടല്ലേ. എല്ലാവരുടെയും ചിന്ത ഇതാണ്, എങ്ങനെ പരമാത്മാവിനെ പ്രാപിക്കാം, അല്ലെ, എങ്ങനെ സ്വർഗത്തിൽ പോകാം. എല്ലാ മതങ്ങളുടെയും ചിന്ത ഇതാണ്. അവിടെയാണ് ഈശോ പറഞ്ഞത് ഞാൻ എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മുടെ പാപത്തിനല്ലേ, നമ്മളെ സാത്താന്റെ അടിമത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് നമ്മളെ നിത്യതയ്ക്ക് അവകാശമാക്കിയത് യേശുവാണ്. ബാക്കി എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. എല്ലാ മതങ്ങളിലും ഒത്തിരി നന്മയുണ്ട്. പക്ഷേ ഞാൻ പറയും, നമ്മൾ മറ്റു മതങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഈശോ കുരിശിൽ മരിച്ചത് എന്ന് പറയുമ്പോൾ, എല്ലാ ജാതി ജനതകളിലുള്ള മനുഷ്യരെ യേശു വിലയ്ക്ക് വാങ്ങിയെന്ന് ഇന്നലെ ചിന്തിച്ച വിലയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പം നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഇനിയും നമ്മൾ ആരുടേതായിട്ട് ജീവിക്കണമെന്ന്.
ആ സ്വാതന്ത്ര്യം നമ്മൾ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യേശുവിനെ, നമ്മളിവിടെ മതങ്ങളൊന്നുമല്ല, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഇവിടെ പ്രശ്നം അതാണ്. ദൈവം അങ്ങനൊന്നും മതം സ്ഥാപിച്ചിട്ടില്ല. ദൈവം സ്ഥാപിച്ചത് നിത്യതയാണ്. നിത്യജീവനുള്ള ഒരു വഴി തുറന്നു വന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ സകല ജാതികൾക്കും വേണ്ടിയാണ്. എന്നിട്ട് അപ്പസ്തോലന്മാരോട് പറഞ്ഞത്, നിങ്ങളെല്ലാ ലോകമെങ്ങും പോയി സകല ജാതികളോടും ഈ സദ്വാർത്ത, ഈ സുവിശേഷം അറിയിക്കുക. എന്താ? യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് എല്ലാ ജാതിയിലും ജനതയിലും പെട്ടവർ അറിയട്ടെ. ഇന്നും തിരുസഭയുടെ ദൗത്യം അതാണ്. ക്രിസ്ത്യാനിയായ യേശുവിൻ്റെ, അല്ലെങ്കിൽ തിരുസഭയിൽ അംഗമായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ദൗത്യം അതുമാത്രമാണ്. നമ്മൾ കാണുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചുവെന്ന്. പലപ്പോഴും നമ്മൾ സ്വാർത്ഥരാണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രം, നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും മക്കളും ഒക്കെ സ്വർഗത്തിൽ പോകണം, ബാക്കിയുള്ളവർ എങ്ങനെ പോയാലും കുഴപ്പമൊന്നും. നമുക്ക് വരാൻ പോകുന്ന വലിയ ദുരന്തം അതുതന്നെയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. ഇന്ന് ആഗോള സഭയിലെ സുവിശേഷം ഈ ഒരു ബോധ്യമാണ് നമുക്ക് നൽകുക. ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ സങ്കീർത്തനം 111 നമ്മളെ വചനത്തിലേക്ക് നമ്മളെ നയിച്ചത്. അവിടെ പറയുന്നത്, കർത്താവിനെ സ്തുതിക്കുവിൻ, നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവൻ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾ മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. എന്താ ദൈവത്തിൻ്റെ ഉടമ്പടി? ഒറ്റ ഉടമ്പടിയുള്ളൂ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളത്. സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നാമമായിട്ടുള്ള ഉടമ്പടി. അതാണ് യേശു ക്രിസ്തു ചെയ്തത്. സകല മനുഷ്യരെയും നിത്യതയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉടമ്പടിയാണ്. അത് ദൈവം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരുസഭയിൽ പണ്ടൊക്കെ ഞാനൊക്കെ വേദപാഠം പഠിക്കുന്ന സമയത്ത്, എപ്പോഴും അങ്ങനെയാണോ എനിക്കറിയില്ല, അവിടെ ഒരു ചെറിയ വേദപാഠ സംക്ഷേപം, അല്ലേ, ക്രിസ്തീയ വേദപാഠ സംക്ഷേപം എന്നുള്ള ഒരു വേദപാഠ പുസ്തകം ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒന്നാം പാഠം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചോദ്യോത്തരമായിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം, നിന്നെ സൃഷ്ടിച്ചതാര്? ഉത്തരം, സർവേശ്വരൻ എന്നെ സൃഷ്ടിച്ചു. വീണ്ടും ചോദ്യം, സർവേശ്വരൻ എന്തിനു നിന്നെ സൃഷ്ടിച്ചു? ഉത്തരം, തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ വിശുദ്ധ പ്രമാണങ്ങൾ കാത്തുകൊണ്ട് തന്നെ ശുശ്രൂഷിച്ച് നിത്യമായി രക്ഷപ്പെടുവാൻ എന്നെ സൃഷ്ടിച്ചു. നിത്യമായി രക്ഷപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താകുന്നു? മോക്ഷരാജ്യത്തിൽ ചെന്ന് സർവേശ്വരനെ പ്രത്യക്ഷമായി കണ്ട് നിത്യമായി ആനന്ദം അനുഭവിക്കുക എന്നർത്ഥമാകുന്നു. ഇതിങ്ങനെ തുടരുകയാണ് പല പാഠങ്ങളായിട്ടൊക്കെ. അവിടെ നമ്മളിന്ന് ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിനാണ്. നമ്മൾ പല ആഗ്രഹങ്ങളുണ്ട് ഭൂമിയിൽ, അല്ലേ? ദൈവത്തിൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, നമ്മൾ നിത്യതയിൽ എത്തിച്ചേരുക എന്നാണ്. നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലെ അമ്മയുടെ ഉദരത്തിൽ, നമ്മൾക്ക് സഭാപ്രസംഗം 11:5 ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന് നിറയുന്നു. വളരെ ഈ ദിവസങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഞാൻ പേരൊന്നും പറയും, നമ്മളില്ലേ ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൺവെൻഷൻ നടക്കുമ്പോൾ അതിൻ്റെ പുറത്ത് അബോർഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർത്ത് നോക്കണം. ഇത് ആരുടെയാണ്? ദൈവമാണ് ജീവൻ നൽകുന്നത്. ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ജീവൻ, അത് സ്ത്രീയല്ല പുരുഷനുമല്ല. സ്ത്രീയും പുരുഷനും കൂടെ എത്ര ശ്രമിച്ചാലും ഒരു കുഞ്ഞ് ജനിക്കുകയില്ല, ഒരു കുഞ്ഞിന് ജീവൻ ഉണ്ടാകുകയില്ല. നമുക്കറിയാം, പലപ്പോഴും ചിന്തിച്ചാണ്, അതായത് ദൈവമാണ് ഒരു കുഞ്ഞിന് ജീവൻ നൽകുന്നത്. അതായത് പുരുഷനും സ്ത്രീയും കൂടെ, ആ പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും ഒന്നിച്ചാൽ ഒരു ഭ്രൂണമാകുന്നു, അത് കുഞ്ഞായി മാറുന്നത്. സഭാപ്രസംഗം 11:5 പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം, അല്ലെ, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന് നിറയുന്നത് എങ്ങനെയെന്ന് ആരും അറിയുന്നില്ല. ഇതുപോലെയാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയും ആരും ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവമാണ് ഒരു ജീവനെ
ഏദൻ തോട്ടത്തിൽ കളിമണ്ണ് കൊണ്ട് മെനഞ്ഞ ആദത്തിന്റെ ഉള്ളിലേക്ക് ജീവശ്വാസം നിവേശിപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ ഇന്ന് ഏത് ജാതിയിൽപ്പെട്ടവരോ ആരുമായിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് ദൈവത്തിന്റെ ചൈതന്യം ദൈവം ആ ഭ്രൂണത്തിലേക്ക് നിവേശിപ്പിക്കുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ അത് കുഞ്ഞായിട്ട് മാറത്തില്ല. ഇതറിയാതെ എനിക്ക് സ്ത്രീക്ക് സ്വന്തം ശരീരത്തിന് മേലെ അധികാരമുണ്ട്, അവകാശമുണ്ട്. ഉള്ളിലുള്ള ഒരു കുഞ്ഞിനെ, അത് സ്വാതന്ത്ര്യം, അത് ദൈവത്തിന്റെ നിയമം അനുസരിച്ച് വേണം കുഞ്ഞുങ്ങൾ ജനിക്കാനായിട്ട്. അതിലെ ക്രിസ്തീയ വിവാഹം എന്നൊക്കെ പറഞ്ഞതാണ്. ദൈവം അതിനു നിയമം ദൈവത്തോട് ചേർന്നില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാ പറയുന്നത്. അതാണ് സഭ എന്ന് പറയുമ്പോൾ, ദൈവിക നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഭൂമിയിൽ വർദ്ധിച്ചു പെരുകുക എന്നാണ് ദൈവ ഉൽപ്പത്തിയിൽ പറഞ്ഞത്. വർദ്ധിച്ചു പെരുകുമ്പോൾ അത് ദൈവത്തിന്റെ ജനമായി നിത്യതയിലെത്തുവാൻ, എല്ലാവരും നിത്യതയിലെത്തുവാനുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് കുടുംബ ജീവിതത്തെ പോലും ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. പുരുഷനും സ്ത്രീയുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ഇതെല്ലാം ഇന്ന് കാറ്റി പറത്തുകയാണ്. നമ്മൾ ദൈവത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ അപകടകരമായ ഒരവസ്ഥയിൽ നൂൽപാലത്തിൽ നടക്കുന്ന പോലെയാണ്. നമ്മൾ ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഇന്നും ഈ ഭൂമി നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറയും. കാരണം എന്താ? ദൈവമാണ് ഈ ഭൂമിയെ, ഇതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസിക്കുന്നത് വിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിലല്ലേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർക്ക് എല്ലാം ഉത്തരവാദിത്വമുണ്ട്. അറിയാതെ പറഞ്ഞ കാര്യമില്ല. അതെ, സങ്കീർത്തനം 24, അത് ചുമ്മാ സഭ എഴുതി ഉണ്ടാക്കിയ പ്രാർത്ഥന എന്നുള്ള വിശ്വാസ പ്രമാണം. സങ്കീർത്തനം, അതായത് യേശുവിന്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് രചിക്കപ്പെട്ട സങ്കീർത്തനം, അതിൽ 24 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്: ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ സകല നിവാസികളും കർത്താവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുവാനായി ദൈവമാണ് തീരുമാനമെടുക്കുന്നത്. ഈ ഭൂമിയിൽ ജനിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച്, അല്ലെ കർത്താവായ യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് നിത്യതയിലേക്ക് എത്തുവാനായിട്ടാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ഒരു മനുഷ്യക്കുഞ്ഞ്. എത്രയോ ഹീനമായിട്ടാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ? ഒരു മൃഗം ചെയ്യില്ല ഒരിക്കലും. അങ്ങനെ ഒരു മൃഗം ഒരിക്കലും ചെയ്യില്ല. നമ്മളിപ്പോൾ ചിന്തിക്കുന്നു, അപകടകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ സാത്താന്റെ ഭരണം എന്ന് പറയുമ്പോൾ ജീവനല്ല, അവൻ വരുന്നത് മോഷ്ടിക്കുവാനാണ്, നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണെന്നാണ് യോഹന്നാൻ 10:10 ഈശോ പറഞ്ഞത്. അപ്പൊ സാത്താനാണ് ഇത് ചെയ്യിക്കുന്ന. ആരും ഏത് പാർട്ടിയും ആയിക്കൊള്ളട്ടെ, സാത്താന്റെ അധീനതയിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, കണ്ണു തുറക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പൊ കടന്നു പോകുന്നത്. നമ്മളെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെ പണ്ട് നമ്മൾ ചിന്തിച്ചത്, മനുഷ്യൻ പാപത്തിലേക്ക് പോകുന്നുണ്ട്. ലോകത്തെ ഒറ്റ വെള്ളപ്പൊക്കം കൊണ്ട് ദൈവം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നാശത്തിലേക്ക് പോവുകയാണ്. സാത്താൻ്റെ അടിമത്തിലേക്ക് പോകുന്നതിനേക്കാളും ഇത് വേണ്ട, ഞാനൊരു പുതിയ സൃഷ്ടി, അല്ലെങ്കിൽ നോഹയും കുടുംബവുമാണ് ദൈവത്തിന് പ്രീതികരമായി കണ്ടത്. ബാക്കിയെല്ലാം വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയെന്നറിയാം. ഇനിയും അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ വെള്ളപ്പൊക്കമാണോന്നില്ല, ഇനി എന്തെല്ലാം സംഭവിക്കാം. മനുഷ്യവർഗം മുഴുവനെയും നിത്യതയിലേക്ക്, ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന നിത്യതയിലേക്ക് സാത്താന്റെ കയ്യിൽ നിന്നും ആത്മാക്കളെ മോചിപ്പിക്കുവാനായി ദൈവം പ്രവർത്തിക്കും. ഇന്ന് 1-ാമത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുന്നതാണ് 34: ഈ ഭൂമിയിൽ ഇടയന്മാരായി, ഭരണകർത്താക്കളായി, പ്രസിഡന്റുമാരായി, പ്രധാനമന്ത്രിമാരായി, സഭയുടെ മുകളിൽ ഭരിക്കുന്നവരായി, നയിക്കുന്നവരായി, കുടുംബനാഥനും കുടുംബനാഥയുമായൊക്കെയായി. ഇടയൻ എന്നാ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പ്രായമായി ദൈവസന്നിധിയിൽ വളർത്തിക്കൊണ്ട് വരാനാ നിയോഗിക്കപ്പെട്ട ഒരു അപ്പനും അമ്മയും ഇടയനെ പോലെയാണ്. കുടുംബത്തിന്റെ ഒരു രാജ്യത്തെ ഭരണകർത്താവ് ഇടയനെ പോലെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, അമേരിക്ക ദൈവത്തെ അറിഞ്ഞ ഒരു രാജ്യമാണ്. കറൻസിയിൽ ഡോളറിൽ എഴുതി വെച്ചു, ഇൻ ഗാഡ് വി ട്രസ്റ്റ് എന്ന്. അങ്ങനെ വന്നൊരു രാജ്യമാണ് ഇന്ന്, ഇല്ലേ? എന്തെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ.
കരഞ്ഞു നിലവിളിക്കുകയാണ്. എസെക്കിയേൽ 9 പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ട് കരഞ്ഞു നിലവിളിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കുന്നു. ദൈവമേ കരുണയായിരിക്കണമേ. അതിനെ അനുകൂലിക്കുകയാണെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോകും. നമ്മുടെ ആത്മാവ് ദൈവസന്നിധിക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും, അല്ലേ? ഉപേക്ഷയാലുള്ള പാപം എന്ന് പറഞ്ഞു. ഉപേക്ഷയാൽ ഇതാണ് നന്മ എന്ന് അറിഞ്ഞിട്ടും ദൈവകൽപ്പനകൾ ഒക്കെ കാറ്റിൽ പറത്തിയവരുടെ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവസന്നിധിയിൽ നിത്യമായി ആ അന്ത്യവിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു മേഖലയായിരിക്കും. ഇന്നത്തെ വചനമാണ് എസെക്കിയേൽ 34. കർത്താവ് ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് എതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന തങ്ങളെ തന്നെ പോറ്റുന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഓരോ ജീവിതവും എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. കർത്താവ് പറയാണ്, നിങ്ങള് ദുർബലമായതിനെ നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വെച്ച് കെട്ടിയതുമില്ല, വഴിതെറ്റതിനെ തിരികെ വരികയോ കാണാതെ അതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരും ഉണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ കർത്താവിന്റെ വചനം സേവിക്കുവാൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഇടയന്മാരില്ലാത്തതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായി തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല, അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ കർത്താവിന്റെ വചനം സേവിക്കുവാൻ ദൈവമായ കർത്താവ് അരുളി ചെയ്താ, ഞാൻ ഇടയന്മാർക്ക് എതിരാണ്. ഇടയന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ഇടവ വൈദികനോ ഇടവ വികാരിയോ മാത്രമൊന്നുമല്ല, നയിക്കുന്നവരാ. ഏതൊക്കെ പൊസിഷനാണ് മറ്റുള്ളവരെ നയിക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഒരു ക്രിസ്ത്യാനി എന്ന ജീവിതത്തിൽ എന്ന പേരിൽ നമുക്ക് വചനം ജോലി സ്ഥലത്തൊന്നും പറയാൻ പറ്റും. പക്ഷെ നമ്മളുടെ പ്രവൃത്തിയിലൂടെ യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള വലിയൊരു വിളി നമുക്കുണ്ട്. പറയണമെങ്കിൽ പറയുക, പറയാൻ പറ്റുമെങ്കിൽ പറയാം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും കർത്താവിന്റെ വചനം പ്രഘോഷിക്കുക എന്ന് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് കണക്ക് ചോദിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകൾ, എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലേ? നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല. പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല, നമ്മുടെ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല. എഫേസ്യസ് 2:8 വിശ്വാസം വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി അവനാണ് നമ്മളെ സ്വന്തമാക്കിയത്. നിങ്ങൾ നേടിയെടുത്തതല്ല. നമുക്ക് ഒരു അവകാശമില്ല. നമ്മുടെ ഭരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കാം, നമ്മൾ ആരും ആയിക്കോട്ടെ, നമുക്ക് ദൈവത്തോട് വെല്ലുവിളിക്കാൻ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ. ഇതിനാണ് എസെക്കിയേൽ 34 പറഞ്ഞു, ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ഈ ജീവൻ, അത് നിങ്ങളുടെ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല. ഒരു കുഞ്ഞുണ്ടാകുന്ന ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ പ്രവൃത്തിയുടെ ഫലമല്ല, അത് ദൈവം, അല്ലേ? ഉൽപ്പത്തി 2 വായിക്കുന്നുണ്ടല്ലോ, കളിമണ്ണ് കൊണ്ട് മെനഞ്ഞിട്ട് അതിലേക്ക് ജീവന്റെ ശ്വാസം നിവേശിപ്പിച്ചപ്പോഴാണ് ആദത്തിന് ജീവനുണ്ടായത്. ദൈവം ഇടപെടാതെ ഒരു മനുഷ്യക്കുഞ്ഞിന് ജീവനുണ്ടാകുന്നില്ല. ദൈവത്തിന്റെ ജീവന, ദൈവമാണ് ഒരു കുഞ്ഞിന് ജീവൻ നൽകുന്നത്. അത് എടുക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവമാണ്. നാം ദൈവത്തിന്റെ കരവേലയാണ്. അതാണ് എഫേസ്യസ് 2 പറയുന്നത്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സഭാപ്രസംഗൻ 11:5 ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം, ദൈവത്തിന്റെ ചൈതന്യം, അല്ലെ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ നിവേശിപ്പിക്കുമ്പോഴാണ് ഈ ഭ്രൂണത്തിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം, എൻ്റെ ആത്മാവിനെ ദൈവം നിവേശിപ്പിച്ചപ്പോഴാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് ജീവൻ ആരംഭിച്ചത്. ഞാൻ മരിക്കുമ്പോൾ അതന്നെ സഭാപ്രസംഗം എക്ലീസിയാസ്റ്റിക് 12 പറയുന്നില്ലേ, മരണം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ശരീരം മണ്ണായി തീരുമ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് അമ്മയുടെ ഉദരത്തിൽ ദൈവം നിക്ഷേപിച്ച ഈ ആത്മാവ്, ചൈതന്യം, എൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് തിരികെ പോവുകയാണ്.
ദൈവസ്ഥനിൽ തിരികെ എത്തേണ്ടതാണ് പറഞ്ഞത്. നിത്യതയിലെത്തി ദൈവത്തോടൊപ്പം നിത്യമായി ആനന്ദിക്കുവാനായിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അതെ, ഈശോ ഇന്ന് സുവിശേഷത്തില് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ മത്തായി 20 അധ്യായം നമുക്കറിയാം. മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ 6 മണിയാണ് അവരുടെ സമയം ജോലിക്ക്. അപ്പോൾ ഒരു ദിവസം ഒരു ധനാറ വെച്ച്, ഞാൻ പറയും, ആ ഒരു ധനാറ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവനാണ്. ദൈവരാജ്യത്തിലേക്ക് വരിക, നിങ്ങൾക്ക് നിത്യജീവൻ ഞാൻ തരാമെന്നാണ് ഈശോ പറഞ്ഞുകൊണ്ടാണ് ഇടയൻ അല്ലെങ്കിൽ കൃഷിക്കാരനെ പോലെ യേശു മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ, സ്വർഗരാജ്യം തന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം അത് യേശു തന്നെയാണ്. രാവിലെ കുറെ പേരെയൊക്കെ ജോലിക്ക് കിട്ടി അവർ രാവിലെ 6 മണി തൊട്ട് ജോലി തുടങ്ങി. പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 3-ാം മണിക്കൂർ എന്ന് പറയുമ്പോൾ 6, 3, 9-ാം മണി, രാവിലെ 9 മണിക്കും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ പേർ ചുമ്മാ നിൽക്കുന്നു. അവർ ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല, പോവുക, നിങ്ങളും പോവുക ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്കായി. ഞാൻ പറയും, സഭയിൽ നിന്ന് ഞാൻ പറയും എന്ന് പറയുമ്പോൾ ഒരു മതമൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവിനാ നയിക്കപ്പെട്ട് ദൈവഹിതം ദൈവരാജ്യത്തിലേക്ക് അവരെയും കുറേ പേരെ 9-ാം മണിക്ക് രാവിലെ 9 മണിക്കും വിളിച്ചു. പിന്നെ 6-ാം മണിക്കൂർ 6, 6, 12, അതായത് ഉച്ചയ്ക്ക് 12 മണിക്കും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും, അതായത് രാവിലെ 6 തൊട്ട് 9 എന്ന് പറഞ്ഞാൽ അല്ലേ 9 മണിക്കൂറാകുന്നത് വൈകിട്ട് 3-ാം മണിക്കൂർ, വൈകിട്ട് 3 മണിക്കൂർ 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ഇതുപോലെ തന്നെ ചെയ്തു. എല്ലാവരും പറഞ്ഞു, ഞാൻ ഒരു ധനാറ തരാം, ഞാൻ നിത്യജീവൻ തരാം, എന്നെ അനുഗമിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് തൻ്റെ കൂടെ കൂട്ടി 11-ാം മണിക്ക്, അതായത് വൈകിട്ട് 6 മണിക്ക് ജോലി ചെയ്യണം. അപ്പം 5 മണിക്കും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിൽക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ലോകാവസാനത്തിലേക്ക് വരുമ്പോൾ ഈ നിമിഷം പോലും, അതായത് നമ്മൾ 2000 വർഷം മുമ്പ് സഭയിൽ തുടങ്ങിയവരും ഇപ്പോൾ നിൽക്കുന്നു, എല്ലാവർക്കും ഒരേ വേതനമാണ്. സംഭവിച്ചെന്താ, ഇവിടെ ഈ 11-ാം മണിക്കൂറിലും കുറേ പേർ ജോലിക്ക് വന്നു. അപ്പോൾ 6 മണിയായപ്പോൾ എല്ലാവർക്കും ജോലിക്ക് ശമ്പളം കൊടുക്കുവാനായിട്ട് അവരെ പറഞ്ഞ് ഏൽപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ചവർക്ക് അവസാനം വരെ വന്നവർ തുടങ്ങി ആദ്യം വന്നവർക്ക് അല്ല ഇങ്ങനെ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി, ആദ്യം വന്നവർക്കല്ല, അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ധനാറ കിട്ടി, നിത്യജീവൻ കിട്ടി. എന്നാൽ തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു, എന്നാൽ അവർക്കും ഓരോ ധനാറ തന്നെ കിട്ടി. നിത്യജീവൻ ഒറ്റ കാര്യമാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അവർ പിറുപിറുത്ത് ഞങ്ങളുടെ രാവിലെ 6 മണി തൊട്ട് ഞങ്ങൾ അധ്വാനിക്കുകയാണ്, ഞങ്ങൾക്കും രാത്രി അല്ല വൈകുന്നേരം 1 മണിക്കൂർ 5 മണിക്ക് വന്ന് 6 മണി വരെ ജോലി ചെയ്ത് ഇവർക്കും കിട്ടി, ഞങ്ങളെ തുല്യരാക്കിയോ. അപ്പം ഉടമസ്ഥൻ പറയുകയാണ്, എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു ധനാറയല്ലേ, അതൊക്കെ കിട്ടിയില്ലേ, നിങ്ങളെന്താ പിറുപിറുക്കുന്നത്? എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഇത് നിത്യജീവന് ആർക്ക് കൊടുക്കാൻ? ഏറ്റവും ഒടുവിൽ മരിക്കുന്ന കുരിശിൽ കിടക്കുന്ന വലത്തുവശത്തെ കള്ളനല്ലേ, മരിക്കുന്നതിന് തൊട്ടുമുമ്പാണ്. 11-ാം മണിക്കൂർ വന്ന പോലെയാണ്. എന്നെ കൂടി ഓർക്കണമേ നിന്റെ രാജ്യത്ത് വരുമ്പോൾ. അവൻ അറിയില്ലായിരുന്നു, അറിഞ്ഞത് അപ്പോഴാണ് യേശുവിനെ കണ്ടതും അവൻ്റെ സ്വഭാവം മനസ്സിലായതും. എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലായിരിക്കുമെന്നാണ് വലത്തുവശം ഇടുന്ന കള്ളനോട് യേശു പറഞ്ഞത്, മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്. നമ്മളിത് മനസ്സിലാക്കണം. നിത്യജീവൻ യേശുക്രിസ്തുവിൽ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് അനുഗ്രഹം അധികാരം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ ആത്മാവ് നിത്യതയിലെത്തണം. എല്ലാ മനുഷ്യരുടെ ആത്മാവ്, അതിനുവേണ്ടി കൂടുതലായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിലെ നടക്കുന്ന സാത്താൻ്റെ പ്രവൃത്തികൾ കണ്ട് നമ്മൾ മനസ്സ് മടുക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ ഉടമ്പടി പാലിക്കുന്നവനാണ്. ഉടമ്പടി ഇതാണ്, നിത്യത തരുമെന്നുള്ളതാണ്, വേറൊന്നുമല്ല അല്ലേ. ഈ ലോകത്തിലെ ഒന്നിനു വേണ്ടിയല്ല, നിത്യത തരും. അതാണ് ദൈവവുമായുള്ള നമുക്കുള്ള ഉടമ്പടി. അത് കർത്താവിൻ്റെ ഉടമ്പടി പാലിക്കുക അവിടുന്ന്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിത്യത ലക്ഷ്യമാക്കി ജീവിക്കാം. അതിനുവേണ്ടി നമ്മളെ ഇന്നും നയിക്കുന്ന, ജീവനുള്ളവനായ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ.